എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ വലിയൊരു സെറ്റ് കാണിക്കുകയാണ്. അവിടെ എല്ലാവരും വേസ്റ്റ് കൂമ്പാരായിട്ട് കൂട്ടിയിടുന്ന ഒരു പ്രത്യേകതര സ്ഥലം കാണിക്കും. ദൂരത്തായിട്ട് ഒരു വലിയ മാൻഷൻ. അവിടെ ഒരു കുഞ്ഞു പെണ്ണ് ഒരുപാട് വിഷമത്തിൽ അവളുടെ കേടായ പാവ അത് അവളുടെ അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കും. ഇതെനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, പക്ഷെ ഇത് നശിച്ചുപോയി, എത്രയും വേഗം ഇത് റിപ്പയർ ചെയ്യണം. അതിനമ്മ പറയും, നമ്മളെന്നല്ല ഇവിടെയുള്ള ആരും തന്നെ ഇത്തരത്തിൽ കേടായതൊന്നും റിപ്പയർ ചെയ്ത് ഉപയോഗിക്കാറില്ല. നിനക്ക് പുതിയൊരു പാവ അത് ഞാൻ വാങ്ങിത്തരാം, തൽക്കാലം നീ അത് വേസ്റ്റ് ഇടാൻ പറഞ്ഞ് അവളെ കൊണ്ട് നിർബന്ധിച്ച് അത് വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇടിപ്പിക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്ന തൊഴിലാളികളാണെങ്കിൽ അത് ഒരു വേസ്റ്റിലുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം തന്നെ ഡ്രൈനേജ് പോലുള്ള ഒരു സിസ്റ്റത്തിലേക്ക് ഡംപ് ചെയ്യുകയാണ്. ആ ഒരു സിസ്റ്റത്തിലുള്ള എല്ലാ ഡ്രൈനേജ് വേസ്റ്റുകളും ഒരുപാട് കണ്ടെയ്നറുകളിൽ സംഭരിച്ച് ഇപ്പോൾ വലിയൊരു ബേസ്മെന്റിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ ദൂരത്തായിട്ട് ഹുഡിയൊക്കെ ഇട്ട ഒരാൾ ആ കാഴ്ച നോക്കി നിൽക്കും. ഒരു ബാക്ക്ഗ്രൗണ്ട് വോയിസ് കേൾക്കും, കേടായത് എന്തോ ആയിക്കോട്ടെ, അതൊരിക്കലും റിപ്പയർ ചെയ്ത പഴയ മൂല്യം കിട്ടില്ല, അതിനി മനുഷ്യനായാൽ പോലും. ഇത് ആ ഒരു ബിൽഡിങ്ങിന്റെ ഓരോരോ ഭാഗങ്ങളായിട്ട് കാണിക്കുകയാണ്. അവിടെ വേസ്റ്റ് സ്റ്റോർ ചെയ്ത് വെച്ചിരുന്ന ഭാഗത്ത് ഒരു സെക്യൂരിറ്റി ഉണ്ട്. അവനാണെങ്കിൽ എല്ലാ കാര്യങ്ങളും വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്ത് ഓരോ ഭാഗത്തേക്ക് നടന്ന് നീങ്ങുമ്പോഴായിരിക്കും ആ വേസ്റ്റ് ഡംപ് ചെയ്ത ആ ഒരു വലിയ റൂമിന്റെ ഉള്ളിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കുക. അവൻ ഓടി വന്ന് ആ ഡോർ ഓപ്പൺ ചെയ്യും. അപ്പൊ ദൂരത്തായിട്ട് ആ ഹുഡ് ഇട്ടിരിക്കുന്ന ആള് അവൻ ആവശ്യമുള്ള ചില സാധനങ്ങളെല്ലാം ആ വേസ്റ്റിൽ നിന്ന് അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഓ നോ, നിനക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ ഇവിടേക്ക് കടന്നു വരും. ഗാർഡാണെങ്കിൽ അവനെ ശ്രദ്ധിച്ചു നോക്കും. അവൻ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ എടുത്തു മാറ്റി വെച്ചിരിക്കുകയാണ്. നീ ഒരു ക്രാഷ് റൈഡർ ആണല്ലേ. റൈഡറിന്റെ അർത്ഥം മറ്റൊന്നുമല്ല, ഇത്തരത്തിൽ വേസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ അത് വീണ്ടും മറ്റൊരു വസ്തുവാക്കി മാറ്റാനായിട്ട് ശ്രമിക്കുന്നവരെയാണ് അത്തരത്തിൽ വിളിക്കുക. അവനാണെങ്കിൽ ഈ അലാം ഓൺ ചെയ്ത് വിടും. ഉടനെ ഒരുപാട് സോൾജേഴ്സ് അവിടേക്ക് വന്ന് നമ്മുടെ ഹീറോയെ പിടിക്കാൻ ഒക്കെ ആയിട്ട് അങ്ങനെ പോയിന്റ് നിൽക്കുകയാണ്. ഹീറോ ആണെങ്കിൽ കാഷ്വലായിട്ട് അവരെ തന്നെ നോക്കും. നീ കാരണമാണ് ഇപ്പൊ നടക്കുന്ന പ്രശ്നങ്ങൾ, അതെല്ലാം ഉണ്ടാകുന്നെന്ന് പറഞ്ഞ് ആ സോൾജേഴ്സ് ഇപ്പൊ ഹീറോയെ ഷൂട്ട് ചെയ്യാനായിട്ട് തുടങ്ങും. ഹീറോ ആണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഒരുപാട് വേസ്റ്റുകൾ അവർക്ക് നേരെ ചന്നം പിന്നം വലിച്ചെറിയാണ്. ആ സോൾജേഴ്സിനാണെങ്കിൽ ആ വേസ്റ്റ് കാണുമ്പോൾ ഒരുപാട് ഭയം തോന്നും. ഹീറോ അവിടുന്ന് തെന്നി മാറി പുറത്തേക്ക് ഓടാൻ ശ്രമിക്കും. കാരണവശാലും അവനെ വിടാൻ പാടില്ല എന്ന് പറഞ്ഞ് അവർ അച്ചരം പൊച്ചരം ഹീറോയെ ഷൂട്ട് ചെയ്യും. ബുള്ളറ്റിൽ നിന്നും അവർ രക്ഷപ്പെടും. പക്ഷെ അതിൽ ഒരു ബുള്ളറ്റ് മാത്രം അവന്റെ കൈ സ്ക്രാച്ച് ചെയ്ത് പോവാണ്. ചോര തുളുമ്പി ഹീറോ വേദനയാൽ അവിടെയുള്ള ഒരു ഭാഗത്ത് ഒളിഞ്ഞിരിക്കും. അതിനുശേഷം ഒരു ഡ്രൈനേജ് ഡോറ് അത് ഓപ്പൺ ചെയ്ത് അവൻ പുറത്തേക്ക് വരികയാണ്. ക്യാമറ അങ്ങനെ സൂം ചെയ്ത് അവന്റെ ബാഗ് കാണിക്കും. എപ്പിസോഡിന്റെ തുടക്കത്തിൽ കണ്ട ആ ഒരു കുട്ടിയുടെ കയ്യിലുണ്ടായിരുന്ന ചീത്തയായ പാവ അതവൻ അവന്റെ ബാഗിൽ സ്റ്റോർ ചെയ്തിരിക്കുകയാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പോൾ ആ ഒരു നഗരം കാണിക്കും. അവിടെ എല്ലാവരും സുഖങ്ങളോ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ അങ്ങനെ ഒന്നുമില്ലാതെ ഹാപ്പി ആയിട്ട് ജീവിക്കുകയാണ്. അവരാരും തന്നെ ഒരു നോർമൽ ലൈഫല്ല, മറിച്ച് ലക്ഷൂറിയസ് ലൈഫാണ് നയിക്കുന്നത്. അപ്പോൾ അതിനെല്ലാം വിരുദ്ധമായിട്ട് ഏതോ ഒരാൾ അവൻ ദൂരത്തായിട്ട് രണ്ട് പെൺകുട്ടികൾ സംസാരിക്കുന്ന കാര്യം അങ്ങനെ ശ്രദ്ധിക്കുകയാണ്. ആ പെൺകുട്ടികളാണെങ്കിൽ പരസ്പരം പറയും, ലാസ്റ്റ് നൈറ്റും റൈഡർ അവൻ എത്തിയിരുന്നു. അവൻ അവിടെയുള്ള വേസ്റ്റുകൾ അത് കളക്ട് ചെയ്യാൻ ശ്രമിച്ചു. സോൾജിയേഴ്സുമായിട്ട് ഫൈറ്റ് ചെയ്ത് ബോഡിയിൽ പരുക്കുപറ്റി. പക്ഷേ സോൾജിയേഴ്സിന് അവരെ പിടിക്കാൻ കഴിഞ്ഞില്ല. ആ ക്രാഷ് റൈഡർ അവൻ രക്ഷപ്പെട്ടു പോയി. നൈസായിട്ട് അവിടുന്ന് എഴുന്നേറ്റ് നടന്നു പോവാണ്. ഉടനെ ആ ഗേൾസ് അവനെ കണ്ട് ഞെട്ടും. അവനാണെങ്കിൽ വലിയൊരു ഗേറ്റ് ക്രോസ് ചെയ്ത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകും. അപ്പൊ ക്യാമറ അങ്ങനെ സൂം ചെയ്ത് കാണിക്കും. വലിയ ഭാഗത്ത് വളരെ പണക്കാരായ ആളുകൾ താമസിക്കുന്ന സ്ഥലം. അതിന്റെ ഓപ്പോസിറ്റ് വേസ്റ്റുകൾക്കിടയിൽ ദാരിദ്ര്യത്തിൽ കഴിയുന്ന ഒരുപാട് ജനങ്ങളും സ്ലം ഏരിയയും. അവിടെയാണ് നമ്മുടെ ഹീറോ അവൻ അടിച്ചു മാറ്റിയ സാധനങ്ങളെല്ലാം റിപ്പയർ ചെയ്യുന്നത്. ഒരു പെൺകുട്ടിയാണെങ്കിൽ അവിടേക്ക് വരും. അവളാണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, യു ആർ അൺബിലീവബിൾ, നിന്നോട് എത്ര തവണ പറഞ്ഞു അവിടേക്ക് പോകാൻ പാടില്ല എന്ന്. ലാസ്റ്റ് നൈറ്റും നീ അവിടേക്ക് പോയി ട്രാഷുകൾ കളക്ട് ചെയ്തു അല്ലേ? ഭാഗ്യം കൊണ്ട് മാത്രമാണ് നിനക്ക് നിന്റെ ജീവൻ അത് തിരികെ കിട്ടിയത്. അതിന് ഹീറോ പറയും, സത്യത്തിൽ അവർ മൂഢന്മാരാണ്. ചെറിയൊരു കംപ്ലൈൻ്റ് ഉള്ള സാധനങ്ങൾ പോലും വേസ്റ്റ് ആണെന്ന് കരുതി അവർ വേസ്റ്റ് ബാസ്ക്കറ്റിൽ തള്ളുന്നു. സത്യത്തിൽ അത് ഒരുപാട് യൂസ്ഫുൾ ആയ സാധനങ്ങളാണ്, എന്നെ കൊണ്ട് അത് ബാക്ക് ടു നോർമലാക്കാൻ കഴിയുമെന്ന് പറഞ്ഞ് അവൻ കളക്ട് ചെയ്ത സാധനങ്ങളുടെ ചെറിയ ചെറിയ തകരാറുകൾ തന്നെ പരിഹരിച്ച് ബാക്ക് ടു നോർമലാക്കി മാറ്റാൻ തുടങ്ങും. ഞാൻ റീയൂസ് ചെയ്യുന്ന സാധനങ്ങൾ കൊണ്ട് എനിക്ക് ഒരുപാട് പണം ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ ഫുഡ് മേടിക്കാനുള്ള പണവും പിന്നെ കാര്യങ്ങളും റെന്റും അതെല്ലാം നടന്നു പോകുന്നെന്ന് പറയും. അടുത്ത നിമിഷം ചില തലതെറിച്ച പിള്ളേര് അവരവിടേക്ക് വന്ന് അവനെ കളിയാക്കാനായിട്ട് തുടങ്ങും. ഓ, നീ വീണ്ടും പെറുക്കാനായിട്ട് പോയല്ലേ? അവനാണെങ്കിൽ ആ പെൺകുട്ടിയോട് പറയും, നിനക്ക് നാണമില്ലേ ഇവനോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട്? അവൻ്റെ അടുത്ത് പോകുമ്പോൾ തന്നെ ഭയങ്കര സ്മെല്ലാണ്. അവൻ്റെ കൈ ഡാർക്ക് ആയതുകൊണ്ടാണ് ആ ഗ്ലൗസ് കയ്യിലിട്ടിരിക്കുന്നത്. അതുപോലും അവൻ ആ വേസ്റ്റുകൾക്കിടയിൽ നിന്ന് അടിച്ചു മാറ്റിയതാണ്. സത്യത്തിൽ ഇവൻ ആരാണെന്ന് അറിയാമോ? ഇവന്റെ പപ്പ ഒരു വലിയ ക്രിമിനലാണ്, ഒരുപാട് പേരെ കൊന്നിട്ടുണ്ട്. കൂടെ വലുതായി കഴിഞ്ഞാൽ ഇവനും അങ്ങനെ തന്നെയായിരിക്കും. അതിനു മുൻപ് ഇവനെ തല്ലിക്കൊല്ലണമെന്ന് പറയും. അത് കേട്ട് കൺട്രോൾ പോയ ഹീറോ ആണെങ്കിൽ ടെററായിട്ട് അവരെ നോക്കും. അത് കണ്ട് അവർ ഞെട്ടും. ആ പയ്യന്മാരാണെങ്കിൽ അവനെ ടെററായിട്ട് നോക്കി അവിടുന്ന് കടന്നു പോകും. ഉടനെ ആ പെൺകുട്ടി അവനെ ആശ്വസിപ്പിക്കുകയാണ്, നീ ഒരിക്കലും നിന്റെ പപ്പയെ പോലെയല്ല, നീ ഒരു നല്ല ആളാണ്. അത് കേൾക്കുമ്പോൾ നമ്മുടെ ചെക്കൻ നാണക്കാരനാ, ഒരല്പം നാണമൊക്കെ വരും.
അവൾ അപ്പോഴായിരിക്കും ആ ഒരു ഡോഗിനെ ശ്രദ്ധിക്കുക. നമ്മുടെ ഹീറോ ആണെങ്കിൽ അത് അവൾക്ക് ഗിഫ്റ്റ് കൊടുക്കും. അടുത്ത നിമിഷം അവളുടെ അമ്മ അവരവിടേക്ക് വന്ന് അവളോട് ദേഷ്യപ്പെട്ടു പറയും, അവൻ്റെ ഒരു ട്രാഷ് ട്രേസറാണ്, നിനക്കിത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ അവനോടൊപ്പം പോവും. അമ്മയോട് സോറി പറഞ്ഞ് അവരുടെ അടുത്തേക്ക് പോവും. ഹീറോ ആണെങ്കിൽ ഒരുപാട് വിഷമത്തിൽ അവൻ്റെ വീട്ടിലേക്ക് വരികയാണ്. അപ്പോഴായിരിക്കും ആ വലിയ സിറ്റിയിലുണ്ടായിരുന്ന ആ മുടിയൻ അവൻ്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്ന കാര്യം അവൻ ശ്രദ്ധിക്കുക. ആ മുടിയനാണെങ്കിൽ ഹീറോയോട് പറയും, എനിക്ക് നിനക്ക് ആ പെൺകുട്ടിയോടുള്ള ഫീലിങ്സ് നന്നായിട്ട് അറിയാം, അത് ശരിക്കും നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷേ ലാസ്റ്റ് നൈറ്റ് നീ ചെയ്ത കാര്യം അത് നല്ല കാര്യമല്ല. നീ ഇന്നല്ലെങ്കിൽ നാളെ എന്തെങ്കിലും അവരുടെ കയ്യിൽ പെടും. അങ്ങനെ സംഭവിച്ചാൽ നിനക്ക് നിന്റെ ജീവൻ നഷ്ടപ്പെടും. ഞാൻ എത്ര തവണ പറഞ്ഞു, ഇനിയെങ്കിലും നിനക്ക് നിർത്തിക്കൂടെ? അതിന് ഹീറോ പറയും, ഞാൻ ഭയങ്കര പവർഫുൾ ആണ്, ആർക്കും എന്നെ സ്റ്റോപ്പ് ചെയ്യാൻ കഴിയില്ല. ആ മുടിയനാണെങ്കിൽ അവനെ ആശ്വസിപ്പിക്കും, ഞാൻ നിന്റെ സ്വന്തം പപ്പയല്ലെങ്കിലും ഞാൻ നിന്നെ സ്വന്തം മകനായിട്ട് തന്നെയാണ് കാണുന്നത്. നിന്നെ ദത്തെടുത്ത് വളർത്തിയത് ഞാനാണ്. ഹീറോ പറയും, എനിക്ക് നിങ്ങളോട് ഒരുപാട് സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ട്. നിങ്ങൾ എന്നെ ദത്തെടുത്ത് വളർത്തിയതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇവിടം വരെ എത്താനായിട്ട് കഴിഞ്ഞത്. അത് കേട്ട് ആ ഒരു മുടിയൻ ആണാണെങ്കിൽ ചിരിച്ച് അവനോട് പറയും, നിനക്ക് ആ പെൺകുട്ടി ഇഷ്ടമാണെങ്കിൽ ആ കാര്യം അവളോട് തുറന്നു പറഞ്ഞുകൂടെ? അത് കേട്ട് അവൾ ടെൻസ്ഡ് ആവും. ഓ നോ, നിങ്ങൾ എന്തിനാ വെറുതെ അവളെക്കുറിച്ച് സംസാരിക്കണേ? അവളോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് ഞാൻ പറഞ്ഞോളാം, നിങ്ങളുടെ സഹായം ആവശ്യമില്ല എന്ന് പറയും. അപ്പോഴായിരിക്കും ആ മുടിയൻ അവൻ്റെ കയ്യിലെ പരിക്ക് കാണുക. ആളാണെങ്കിൽ ഗ്ലൗസ് അഴിച്ച് അവൻ്റെ കൈ ചെക്ക് ചെയ്യും. കയ്യിൽ ആ ബുള്ളറ്റ് കൊണ്ട് നല്ല രീതിയിൽ പരിക്ക് പറ്റിയിട്ടുണ്ട്. മുടിയനാണെങ്കിൽ കയ്യിൽ മെഡിസിൻസ് ഒക്കെ അപ്ലൈ ചെയ്ത് അവനോട് പറയും, നീ ഒരിക്കലും ഇനി ഇത്തരത്തിൽ അപകടകരമായ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പാടില്ല. സംബന്ധിച്ചിടത്തോളം നീ ചെയ്തത് വലിയൊരു തെറ്റാണ്. അവരുടെ കയ്യിൽ കിട്ടിയാൽ നിന്നെ തീർച്ചയായിട്ടും കൊന്ന് ആ പാതാളത്തിൽ തള്ളും. നിന്റെ അച്ഛന് എന്ത് ശിക്ഷ ലഭിച്ചോ അതേ ശിക്ഷ തന്നെയായിരിക്കും നിനക്കും കിട്ടുക. അതിനവൻ പറയും, ഒരു തവണ ഞാൻ ആ പാതാളത്തിലേക്ക് പോയതാണ്, ഒരുപാട് മോൺസ്റ്റേഴ്സ് എൻ്റെ അടുത്തേക്ക് വന്നു. അത് വെച്ചാണ് എൻ്റെ കൈ ഇപ്രകാരമായി മാറിയത്. ഈ ഗ്ലൗസുകൾ അതെനിക്ക് ഗിഫ്റ്റായി കിട്ടിയതുകൊണ്ട് തന്നെ എൻ്റെ ഈ ഡാർക്ക് ഹാൻഡ്സ് അത് മറ്റുള്ളവരെ കാണിക്കാതെ ഇത്രയും കാലവും ഞാൻ ഹൈഡ് ചെയ്തു. ഇപ്പം എങ്ങനെയൊക്കെയോ എൻ്റെ ഈ കൈനെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ അത് ഒരുപാട് പേര് മനസ്സിലാക്കി എന്നെ കളിയാക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. കുടിയനാണെങ്കിൽ ആ കാര്യങ്ങളെല്ലാം കേട്ട്, അതൊക്കെ പഴയ കാര്യമാണ്, നീ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാതെ നിന്റെ പ്രേമവാചനം അവളെ എങ്ങനെ ഇംപ്രസ് ചെയ്യാമെന്ന് നീ ചിന്തിക്കുക. മദറിലോ അവരൊരു അല്പം ടെററാണ്, സോ അവരാദ്യം കയ്യിലെടുക്കണമെന്ന് പറയും. ഉടനെ ഹീറോ ആണെങ്കിൽ അവൻ വെള്ളത്തിലേക്ക് നോക്കി ചിരിച്ച് സംസാരിക്കാനൊക്കെ ട്രെയിൻ ചെയ്യാണ്. പിന്നീട് അവൻ നടന്ന് ദൂരേക്ക് വരും. അപ്പോൾ അവൻ കാണും വേസ്റ്റുകളുടെ എല്ലാം ആ കൊക്കയിലേക്ക് ഇപ്പോൾ ഒരാളെ തള്ളാനായിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ്. ഞങ്ങളെല്ലാവരും അവനെ കൊക്കയെ തള്ളാനായിട്ട് ഒറ്റ സ്വരത്തിൽ ആർത്തു പറയും. അത് കേട്ട് അടുത്ത നിമിഷം അവനെ കൊക്കയിലേക്ക് തള്ളുകയാണ്. അവനൊരു നിമിഷം അവൻ്റെ പപ്പയെക്കുറിച്ച് ഓർമ്മ വരും. ഞങ്ങൾക്ക് മുൻപ് ഇതുപോലെ തന്നെയാണ് അവൻ്റെ പപ്പയും കൊന്നു കളഞ്ഞത്. സോ ആ കാര്യങ്ങളെല്ലാം അവൻ്റെ കൂടെ മനസ്സിൻ്റെ ഉള്ളിലൂടെ അങ്ങനെ വന്നു പോകും. അടുത്ത നിമിഷം ആ പെൺകുട്ടി അവിടേക്ക് വരികയാണ്. നീ എന്തിനാ ഇവിടെ നിൽക്കണേ? നീ ഇത് കാണുന്നില്ലേ? ഇനിയെങ്കിലും നീ ചെയ്യുന്ന ജോലി അത് നിർത്തണം, അതല്ല എങ്കിൽ നിനക്കും ഇതേ അവസ്ഥ വരും. ആ മുടിയന് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, അതുപോലെ തന്നെ എനിക്കും. ഞങ്ങൾക്ക് നിന്നെ നഷ്ടപ്പെടാൻ ആഗ്രഹമില്ല. അത് കേട്ട് ഹീറോ ഞെട്ടും. ഓ നോ, എന്നെ ഇഷ്ടമാണോ? ഇതിൽ കൂടുതൽ സന്തോഷം എനിക്ക് മറ്റൊന്നുമില്ല എന്ന് പറഞ്ഞ് ഹീറോ ആണെങ്കിൽ നാണം കൊണ്ട് ഇപ്പൊ ചാടി മറിയാണ്. അതിനുശേഷം ഇത് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, നിന്നെ വിട്ടുപിരിയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് ആ ഒരു ഡോള് അവൾക്ക് സമ്മാനമായിട്ട് കൊടുക്കും. അവളാണെങ്കിൽ ഒരുപാട് സന്തോഷത്തിൽ ആ ഒരു ഡോൾ ഏറ്റുവാങ്ങുകയാണ്. അത് കണ്ട് ഹീറോ തുള്ളിച്ചാടി ഇപ്പോ ആ മുടിയന്റെ അടുത്തേക്ക് വരും. അപ്പോഴായിരിക്കും അവൻ ആ കാഴ്ച കണ്ട് ഞെട്ടുക. മുടിയിട്ട മാസ്ക് മാൻ മുടിയനെ അവനെ അറിഞ്ഞും പുറഞ്ഞും വെട്ടി പരിക്കേൽപ്പിച്ചിരിക്കുകയാണ്. ഹീറോ ആണെങ്കിൽ അവനെ തടയാൻ ശ്രമിക്കും. അടുത്ത നിമിഷം അവൻ ഹീറോയെ അറ്റാക്ക് ചെയ്യും. അല്പ സമയം കഴിഞ്ഞ് ഹീറോ അവൻ കണ്ണു തുറക്കും. അവിടെ ഉണ്ടായിരുന്ന ഒരു ഡയറി അതുമായിട്ട് അവൻ കടന്നു കളയാൻ ശ്രമിക്കുകയാണ്. ഹീറോ ആണെങ്കിൽ അവനെ തടയാൻ ശ്രമിക്കും. പക്ഷേ ഹീറോയെ കൊണ്ട് കഴിയില്ല. ഹീറോ ഒരുപാട് പേടിയോടും വിഷമത്തോടും കൂടെ ഇപ്പൊ മുടിയനെ നോക്കും. അവൻ ഇപ്പോഴും മരിച്ചിട്ടില്ല, അവന് ജീവനുണ്ട്. ആ മുടിയനാണെങ്കിൽ ഹീറോയെ പിടിച്ചു വലിച്ച് അവനോട് യാചിക്കും, എന്നെ രക്ഷിക്കാൻ ആരെക്കൊണ്ടും കഴിയില്ല, നീ എത്രയും വേഗം ഇവിടുന്ന് കടന്നു പോകണം. ആ സോൾജേഴ്സ് ഇവിടേക്ക് വന്ന നീയാണ് എന്നെ കൊന്നതെന്ന് പറഞ്ഞ് അവർ നിന്നെ തീർച്ചയായിട്ടും ശിക്ഷിക്കും. ഞാൻ പറയുന്ന ഈ കാര്യങ്ങളെങ്കിലും നീ കേൾക്കണമെന്ന് പറഞ്ഞ് ആളവിടെ മരിച്ചു പോവാണ്. അടുത്ത നിമിഷം ആ സോൾജേഴ്സ് അവിടെ വന്ന് അവനെ ഷൂട്ട് ചെയ്ത് അറസ്റ്റ് ചെയ്ത് അവിടുന്ന് കൂട്ടിക്കൊണ്ട് പോകും. ഇവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഹീറോയെ ആ പാതാളത്തിലേക്ക് തള്ളാനായിട്ട് പോവാണ്. ചുറ്റുമുള്ളവരെല്ലാവരും ഹീറോ ആണ് ആ ഒരു കൊല നടത്തിയതെന്ന് ഒറ്റ സ്വരത്തിൽ പറയും. ഹീറോ ആ പെൺകുട്ടിയെ നോക്കും. അവളും ഹീറോയെ തള്ളി പറയാണ്, നീ ഒരു കൊലകാരന്റെ മകനാണ്, സോ തീർച്ചയായിട്ടും നീ തന്നെയാണ് ഇത് ചെയ്തതെന്ന് പറഞ്ഞ് ആ ബൊമ്മ വലിച്ചെറിഞ്ഞ് ഫുൾ കലിപ്പിൽ അവിടുന്ന് കടന്നു പോകും. ഹീറോയ്ക്കാണെങ്കിൽ അതുകൊണ്ട് സഹിക്കില്ല. നിങ്ങളെ ഒരാളെ പോലും ഞാൻ വെറുതെ വിടില്ല, ഞാൻ തിരികെ എത്തും, നിങ്ങളെ എല്ലാവരെയും ഞാൻ ഇല്ലാതാക്കും. ഹീറോ ആണെങ്കിൽ ഉച്ചത്തിൽ ഞാൻ ആരെയും വെറുതെ വിടില്ല എന്ന് പറയുന്ന അടുത്ത നിമിഷം ആ റോപ്പ് കട്ട് ചെയ്ത് ഹീറോയെ താഴേക്ക് ഇടുകയാണ്. അവൻ താഴെ വീണ് ഇപ്പൊ ചുറ്റും നോക്കും. വേസ്റ്റുകൾ കുമിഞ്ഞു കൂടി കിടക്കുന്ന വലിയൊരു വൃത്തികെട്ട പ്ലേസ്. അവന്റെ തൊട്ട് പുറകിലായിട്ട് അവൻ കാണും ഒരു മോൺസ്റ്റർ. അത് അവൻ അറ്റാക്ക് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഹീറോ ആണെങ്കിൽ അതിനെ കണ്ട് ടെൻഷൻ ആവുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.